സാധാരണ ബിസിനസ്സുകാർ ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ബിസിനസ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ, നമ്മുടെ സ്വന്തം ബിസിനസ്സിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യമായിട്ടൊന്ന് ഇരുന്ന് ചിന്തിക്കാനുള്ള ഒരു നല്ല സമയം നമുക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സമയം നമുക്ക് മാറ്റിവെക്കാൻ കഴിയുകയാണെങ്കിൽ പല കാര്യങ്ങളും ചിന്തിക്കാനും അതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും. പക്ഷേ അത് നമ്മൾ തന്നെ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. എൻ്റെ ബിസിനസ്സിനെ ഒന്ന് സെൽഫായിട്ട് മനസ്സിലാക്കുക, നിലവിലെ സാഹചര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് പ്ലാൻ ചെയ്യുക. എങ്ങനെ നമ്മുടെ ഒരു പ്രസൻസ് ഇല്ലാതെ തന്നെ നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാമെന്ന് അങ്ങനെ പ്ലാൻ ചെയ്ത് ഇന്നത്തെ കാലത്തെ ഡിജിറ്റൽ സാധ്യതകളും സോഷ്യൽ മീഡിയയുടെ ആ പവറൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ നമ്മുടെ ഇതുവരെയുള്ള പല പ്രശ്നങ്ങൾക്കും അതൊരു സൊല്യൂഷനാണ്. നമ്മൾ വിചാരിക്കുന്നത് മറ്റുള്ളവരുടെ ബിസിനസ് ശരിയാവുന്നുണ്ട്, നമ്മുടേത് ശരിയാവുന്നില്ല. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളാണ്. നിങ്ങളുടെ എക്സ്പെൻസിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു സെൽഫ് ഓഡിറ്റിംഗ് നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പെൻസിൻ്റെ കാര്യത്തിൽ ചെറിയ ചില കട്ടിങ്ങുകൾ നടത്തുമ്പോഴേക്കും നിങ്ങളുടെ ബിസിനസ്സിനെ ലോസിൽ നിന്ന് ബ്രേക്ക് ഇവണിൽ നിന്ന് പ്രോഫിറ്റിലേക്കും കൊണ്ടുപോകാൻ പറ്റും. ഇത് പഠിച്ച് ചെയ്യുന്ന ആളുകൾക്കാണ് ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്. നമ്മളെടുത്ത പല തീരുമാനങ്ങളും അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല രീതികളും ചിലപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. മറ്റുള്ളവരിൽ നിന്ന് കേട്ടും അറിഞ്ഞും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വീണ്ടും നമ്മൾ നമ്മുടെ ബിസിനസ്സിലേക്ക് മെല്ലെ മെല്ലെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ബിസിനസ്സിലും വരും. എല്ലാവരും ഓപ്പൺ മൈൻഡോടുകൂടി മറ്റുള്ളവരെ കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. അത് നമ്മുടെ ബിസിനസ്സിൽ എഫക്റ്റ് ചെയ്യും. നല്ല ക്വാളിറ്റി സമയം നമ്മുടെ ഫാമിലിക്ക് കൊടുക്കണമെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നമുക്കൊരു സമാധാനം വേണം. ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫാമിലിയിൽ നല്ല സമയം കൊടുക്കാനും അവരോടൊപ്പം നല്ല രീതിയിൽ ഇടപഴകാനും നമ്മുടെ കുട്ടികളെ കൂടെ സമയം ചിലവഴിക്കാനും ഒന്നും നമുക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനാണ് ബിസിനസ്സിലൊരു സിസ്റ്റം ജനറേറ്റ് ചെയ്യാനുള്ളത്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബിസിനസ്സിലൊരു സിസ്റ്റം ജനറേറ്റ് ആവില്ല. നമ്മളതിന് പ്ലാൻ ചെയ്യുക തന്നെ വേണം. നമ്മൾ ഒരു സ്റ്റാഫിന് വെച്ചിട്ട് ഒരു സിസ്റ്റം ജനറേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിനനുസരിച്ചാണ് സിസ്റ്റം ജനറേറ്റ് ചെയ്യുക. പക്ഷേ നമ്മുടെ ബിസിനസ് എങ്ങനെ പോകണമെന്നുള്ള ഒരു വിഷൻ നമുക്കുണ്ടെങ്കിൽ ആ വിഷൻ്റെ അടിസ്ഥാനത്തിലാവണം നമ്മളൊരു സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്നത്. ആ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അതൊരു ലോങ് ടൈം പ്രൊസീജിയറാണ്. പക്ഷേ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റിനെയാണ്. ആ ഒരു സിസ്റ്റം ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുള്ള നമ്മുടെ ഒരു ഇൻറ്റൻഷനാണ് ആദ്യം വേണ്ടത്. പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എൻ്റെ ഒരു 14 വർഷത്തോളമായിട്ട് ഈ ട്രഡീഷണൽ ബിസിനസ് മേഖലയിൽ പ്രവർത്തിച്ചപ്പോൾ എൻ്റെ ബിസിനസ്സിൽ ഞാൻ ഫേസ് ചെയ്ത പ്രശ്നമായിരുന്നു. പലപ്പോഴും ചിന്തിക്കുന്നത് സെയിൽ കൂട്ടുമ്പോൾ ലാഭം കൂടുന്നില്ല. സെയിൽ കൂട്ടിയെന്ന് വിചാരിച്ച് മാത്രം ലാഭം കൂടിക്കൊള്ളണമെന്നില്ല. പക്ഷേ ബിസിനസ്സിലെ അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ കട്ട് ചെയ്ത് പോലും നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് ബ്രേക്ക്മെൻറ്റിലേക്കും പ്രോഫിറ്റിലേക്കൊക്കെ എത്തിക്കാൻ കഴിയും. ജോബ് എന്ന് പറയുന്ന എൻ്റെ പ്ലാറ്റ്ഫോം, ഞാൻ ഒരു കൺസൾട്ടിങ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാൻ പ്രധാനപ്പെട്ടൊരു കാര്യം ഇതാണ്. ബിസിനസ്സിനെ കുറേ കാലമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്, പക്ഷേ വിചാരിച്ച രൂപത്തിലുള്ളൊരു പ്രോഫിറ്റിലേക്കോ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്കോ എത്തിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു റീസൺ ഇതാണ്. ഞാൻ എൻ്റെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് സക്സസ് ആയ ഒരു മെത്തേഡാണ് ബിസിനസ്സിൽ ഒരു പ്രോപ്പറായിട്ടുള്ള സിസ്റ്റം ജനറേറ്റ് ചെയ്യുക എന്നുള്ളത്. ആദ്യം മനസ്സിലാക്കേണ്ടത് ബിസിനസ്സിനെ സെൽഫായിട്ട് ഒന്ന് ഓഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. ഞാനുമായി കോൺടാക്ട് ചെയ്യുക.